ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ വലിയ കൃപയൊഴുകുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഈശോയുടെ ജന്മ തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ആദ്യ ദിനത്തിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വവും കൃപയും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ദൈവം നിന്നിൽ ജനിക്കുന്നുണ്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അനേകം കാലിത്തൊഴുത്തുകളിൽ അവൻ പിറന്നാലും നിന്റെ ഹൃദയമാകുന്ന ജീവിതത്തിൻ്റെ തൊഴുത്തിൽ അവന് ജനിക്കാൻ നീ അവസരം കൊടുത്താൽ അതായിരിക്കും ഏറ്റവും വലിയ കൃപ. പ്രത്യേകിച്ച് ഈ ഒരു ജൂബിലി വർഷത്തിലേക്ക് സഭ ഒരുങ്ങുമ്പോൾ 2025 ഒരു ജൂബിലിയുടെ കാലഘട്ടം, 2000 കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോൾ സഭ ഒരു നവീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന കാലഘട്ടമാണ്. അതിനുള്ളൊരു ഒരുക്കമാണ് ഈ ക്രിസ്മസ് മുതൽ അടുത്ത ക്രിസ്മസ് വരെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുങ്ങുന്ന ഈ സഭയോടൊപ്പം, ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സഭയുടെ മക്കളായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ ക്രിസ്തുവിൽ പുതിയ ജീവിതങ്ങളായി മാറണം. അതാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവജന മക്കളോടും അച്ഛന് പറയാനുള്ളത്. ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ഒരു നവജീവിതം നമ്മുടെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് ഒരുക്കപ്പെടാനുള്ള ഒരു കൃപയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിലുള്ള നവജീവിതത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ശക്തമായി പ്രസംഗിക്കുന്ന അതിൻ്റെ ആ ഒരു വചനഭാഗത്തിൻ്റെ ആഴങ്ങളിലൂടെയാണ് ഇന്ന് നമ്മളും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, ഈ വചനഭാഗത്ത് പ്രധാനമായിട്ട് വ്യർത്ഥ ചിന്തകളിൽ നിന്ന് നമ്മൾ അകലേണ്ട കാലഘട്ടം. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സ്നേഹമുള്ളവരെ. വ്യർത്ഥമായ ആഗ്രഹങ്ങൾ, വ്യർത്ഥമായ ആവശ്യങ്ങൾ, വ്യർത്ഥമായ ചിന്തകൾ, ഇതിൻ്റെ പുറകെ പോകുന്ന അനേകായിരം മനുഷ്യരുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ വ്യർത്ഥ ചിന്തകളും വ്യർത്ഥ ആഗ്രഹങ്ങളുമാണ് പലപ്പോഴും നമ്മളെ വലിയ ദുരിതങ്ങളിലേക്ക് ഇന്ന് ഈ കാലഘട്ടം കൊണ്ടെത്തിക്കണമെന്നറിയാം. നമുക്കറിയാം, ഈശോയുടെ ജനനത്തിൽ അവർക്ക് ക്രിസ്തു ജനനത്തിന് വേണ്ടി ഒരുക്കുമായിരുന്നു ഔസപിതാവിനും മാതാവിനും. അവർക്ക് വേറെ വ്യർത്ഥമായ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഇന്നത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുന്നല്ല. എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവനെ ജനിപ്പിക്കണം, ദൈവഹിതം പോലെ ദൈവം പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യണം. അവിടെ മറ്റ് ചിന്തകൾക്ക് സ്ഥാനമില്ല, മറിച്ച് ദൈവിക ചിന്തകൾക്ക് സ്ഥാനമുണ്ട്. ഈ ക്രിസ്മസിൽ നമ്മൾ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു തിരുനാളിന് വേണ്ടി, ഈശോയുടെ ജന്മ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വ്യർത്ഥമായ ചിന്തകൾക്ക് ഒരു നോ പറയാനും ദൈവിക ചിന്തകൾക്ക് യെസ് പറയാനുള്ള ഒരു വലിയ കൃപ ഈ ദിനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനത്തെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഇന്ന് ലോകത്ത് പ്രത്യേകിച്ചുള്ളത് ലൗകിക വ്യർത്ഥഭാഷണങ്ങളാണ്. എന്ത് കിട്ടും, എന്ത് ലഭിക്കണം എന്ന ഒരു വ്യർത്ഥമായ ആഗ്രഹങ്ങളുടെ പുറകെ പോവാം. പലപ്പോഴും തന്നെ ശുശ്രൂഷകരായാലും വചന പ്രഘോഷകരായാലും ചില ഇടങ്ങളിലേക്കും ചിലപ്പോഴേക്കും നമുക്ക് തെറ്റുപറ്റുന്നത് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് ഒത്തിരി സ്ഥാനം കൊടുക്കുമ്പോൾ ജനം അതിൻ്റെ പുറകെ പോവുക. വചനം പറയുകയാണ്, പൗലോസ് ശ്ലീഹ പറയുക, ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കണം. അതുകൊണ്ട് പറയുക, അല്ലെങ്കിൽ അത് ജനത്തെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. നമുക്കറിയാലോ, നമ്മൾ പറയേണ്ടത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവാലയങ്ങളിൽ സംസാരിക്കപ്പെടേണ്ടത് ലൗകിക കാര്യങ്ങളല്ല, മറിച്ച് ദൈവിക കാര്യങ്ങളാണ്. ദൈവത്തെ പ്രഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളാകണം. ദൈവത്തിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതാണ്. ദൈവരാജ്യം എങ്ങനെ ഈ ലോകത്ത് സ്ഥാപിതമാക്കാം, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ, നിത്യജീവനെക്കുറിച്ചുള്ള വാക്കുകളും സംസാരങ്ങളും കുറഞ്ഞു, മറിച്ച് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ വാത്തോരാതെ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ജനത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഭക്തി നഷ്ടപ്പെട്ട് ഭക്തിരാഹിത്യങ്ങളിലേക്ക് ജനം നയിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ക്രിസ്മസ് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ കുറിച്ച് പറയാൻ, യേശു എന്നത് എൻ്റെ സംസാരവും എൻ്റെ സന്തോഷവുമായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം. രണ്ടാമത്തെ ഒരു വലിയ കാര്യമാണ് സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരുടെ ഹൃദയം കഠിനമായി. നമുക്ക് ഈശോയുടെ ജനനത്തിലും ഇങ്ങനൊരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫറവോ രാജാവ്. ഫറവോയും അതുപോലെ ഹെറോദേസും, ഇവരെല്ലാം നമ്മൾ ബൈബിളിൽ കാണുന്നത് കാഠിന്യമുള്ള ഹൃദയത്തെയാണ്. ഈശോയുടെ കാലത്ത് വരുമ്പോൾ ഹെറോദേസും, മോശയുടെ കാലത്ത് നമുക്ക് ഫറവോയും കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത് ഈ ഹൃദയ കാഠിന്യം അനേകരിലുണ്ട്. ക്രിസ്തു ജനിക്കാത്തതിനൊരു കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 18-ാം വാക്യം പറയുന്നുണ്ട്: ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവിക ജീവനിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവിക നിലപാടുകളിൽ നിന്ന് ഒരു വ്യക്തിയെ മാറ്റുന്ന ഏറ്റവും വലിയ ഒരു പാപ അവസ്ഥ തന്നെയാണ് ഹൃദയ കാഠിന്യം. ചിലപ്പോഴേക്കും ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ദൈവത്തോട് അടുക്കാതിരിക്കാൻ ഹൃദയം കഠിനമാകുമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം?
ഞങ്ങൾ അപ്പോൾ വിശ്വാസം എന്നത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് വിശ്വാസം എന്നത് പറയുന്നത് ദൈവത്തിലുള്ള അവസ്ഥയാണ്. എനിക്ക് സഹനം വന്നാലും എനിക്ക് വേദന വന്നാലും എന്തു വന്നാലും ഞാൻ ദൈവത്തിന് അടിയുറയ്ക്കും. അതിൻ്റെ പേരാണ് വിശ്വാസം. പലപ്പോഴും ചോദിച്ചാൽ ലഭിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വാസം എന്നത് പറഞ്ഞത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രലോഭനം ഉണ്ടാകലും ദൈവത്തിൽ ആശ്രയിക്കുക. അതിന് ഏതറ്റം വരെ, ദൈവികമായ ഏതറ്റം വരെ പോകണമോ അത്രയും വരെ പോകാനുള്ള അവരുടെ മനസ്സിൻ്റെ കരുത്തിനെയാണ് വിശ്വാസം എന്ന് ഒരു വിശുദ്ധിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള നമ്മൾ തിരിച്ചറിയാം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. അപ്പം മോശ ഈ വിവാഹമോചനത്തെക്കുറിച്ചും പറയുന്നത് ഈ ഹൃദയകാഠിന്യമുള്ള മനുഷ്യർ നിയമം ഉണ്ടാക്കുകയാണ്. ഇന്ന് ലോകത്ത് അത് നടക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ ഒരു ഓഡിയോ ഇംഗ്ലണ്ടിലുള്ള ഒരു നേഴ്സ് എനിക്ക് അയക്കാൻ ഇട വന്നു. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞ ഇങ്ങനെയാണ്, അച്ഛാ ഇവിടെ ഈ ദിവസങ്ങളിൽ ഒരു നിയമം പാസ്സാകാൻ പോവുകയാണ്. ആ നിയമം ഇതാണ്, അവിടെയുള്ള മേഴ്സി കില്ലിങ് ഒരു നിയമമാക്കി മാറ്റാൻ പോകുന്നു. മേഴ്സി കില്ലിംഗ് എന്ന് മാത്രം അതിനെ പറയാൻ പറ്റില്ല. ഒരു രോഗിയായ വ്യക്തിക്ക് മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മെഡിക്കൽ ശാസ്ത്രം അനുസരിച്ച് ആ വ്യക്തിയെ കൊല്ലാനുള്ളൊരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് വളരെ അപകടകരമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുക തന്നെ വേറൊരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ സഹോദരൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ആ രാജ്യത്ത് ഇപ്പോൾ നിയമം പാസ്സായി കഴിഞ്ഞു. അതെങ്ങനെയാണ്, ഇപ്പോൾ ഒരു 4th സ്റ്റേജിലോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പേടിയും ഭയമുള്ളൊരു വ്യക്തിക്ക് ഇനി ജീവിക്കണമെന്ന് തോന്നിയാൽ ആ വ്യക്തിയെ മെഡിസിൻ കൊടുത്ത് കൊല്ലാം. സ്നേഹമുള്ളവരെ, ദൈവം തന്ന ജീവിതത്തെ മനുഷ്യന് വേണമെങ്കിൽ നിയന്ത്രിക്കാമെന്നൊരു അവസ്ഥയിലേക്കായി. അപ്പോൾ ദൈവിക നിലപാടുകൾ ഡിവൈൻ ലോയ്ക്ക് എതിരായിട്ട് ചെയ്യാം. അതാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം വരുമ്പോൾ മനുഷ്യന് വേണ്ടി നിയമം ഉണ്ടാക്കും. എന്നാൽ അതേ നിയമം അവനും ബാധകമാണെന്ന് അവൻ മറന്നു പോവാണ്. പലപ്പോഴും നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ, ചില നിയമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലത് നിയമം ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ അവസ്ഥയിൽ ആ നിയമം വരുമ്പോൾ ആ നിയമത്തെ അവർ പൊളിച്ചടക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് ലോകത്ത് മാറണം. മനുഷ്യന് നന്മയില്ലാത്ത നിയമങ്ങളെല്ലാം ഹൃദയകാഠിന്യമുള്ള ഏതോ അധികാരിയിൽ നിന്നോ ഏതോ നിലപാടുകളിൽ നിന്നോ കടന്നു വരുന്നതാണ്. അതിന് പിന്നാലെ പോകുന്ന മനുഷ്യൻ എന്നും ശ്രദ്ധിച്ചോ, അവൻ്റെ ജീവിതത്തിലും അതേ നിയമം അവനെ അളക്കും. അതുകൊണ്ട് പറയണേ, നീ അളക്കുന്ന അതേ അളവുകൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ചറിയുക. നാളെ പ്രായമായവരെ, രോഗിയാണ്, അമ്മയ്ക്ക് ഇഷ്ടമില്ല ജീവിക്കുക എന്ന് പറഞ്ഞ് മക്കൾ ചിലപ്പോൾ മരുന്ന് കുത്തി കൊല്ലുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് ലോകം. അതുകൊണ്ട് പറഞ്ഞു, ക്രിസ്തു ജനിക്കേണ്ട കാലിത്തൊഴുത്തുകൾ ഇന്ന് ശവപ്പറമ്പുകളായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം ലോകത്തുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നിയമപാലകർ പോലും ആർക്കൊക്കെയോ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഏതോ മരുന്ന് കമ്പികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വില പണമുള്ളവനായി മാറുന്ന ഒരവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നമ്മളെ തന്നെ ഹൃദയകാഠിന്യം മാറ്റി പ്രാർത്ഥിക്കണം. അതുപോലെ ഈ ലോകത്ത് ഹൃദയകാഠിന്യമുള്ള ഫറവോയെ പോലെ, അതുപോലെ തന്നെ ഹെറോദസിനെ പോലെ ഹൃദയകാഠിന്യമുള്ള അധികാരികൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുക. ഏതൊരു നന്മയും തച്ചുടച്ചിട്ട് തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങൾ വലിയ വലിയ ഓഫീസുകളിലും വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പാസ്സാക്കപ്പെടുന്ന ഒരവസ്ഥ. ഇവിടെയാണ് ക്രിസ്തു നമുക്ക് ജനിക്കപ്പെടാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, അടുത്തതാണ് അജ്ഞത ബാധിക്കുക. ഇന്ന് ലോകത്ത് ക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോഴും അജ്ഞത ബാധിച്ചൊരു ജനമുണ്ട്. നമുക്കറിയാലോ, ഈ ഫറവോ രാജാവിൻ്റെയും ഹെറോദസിൻ്റെ രാജാവിൻ്റെ അടുത്തും ഇത് വന്ന് പറയുന്ന സമയങ്ങളിൽ അവിടെയുള്ള ആൾക്കാരെ വിളിച്ച് അജ്ഞത ബാധിച്ച ജനം, അജ്ഞത ബാധിച്ച മന്ത്രവാദികളൊക്കെയും വിളിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. അവർക്കിത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജ്ഞാനം നമുക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അജ്ഞത പലപ്പോഴും നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് യുവജനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ ജ്ഞാനമുണ്ടെങ്കിലും അജ്ഞതകളുണ്ട്. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കുറവിൻ്റെ പേരാണ് അജ്ഞത. ജ്ഞാനമുണ്ടെങ്കിലും യഥാർത്ഥ ജ്ഞാനം, ഒരു ജ്ഞാനം ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മ, അതിൻ്റെ പേരാണ് അജ്ഞത. നമുക്കറിയാലോ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഇന്ന് ജനത്തിനറിയില്ല, ജനത്തിന് സുഖിക്കണം, സന്തോഷിക്കണം എന്ന് ഓടി നടക്കുമ്പോൾ ഒരു ജനം ഇവരുടെ ബുദ്ധിയിൽ അജ്ഞത വ്യാപരിക്കുകയാണ്. അജ്ഞതയുടെ അറിവുകൾ ഇവരുടെ ഹൃദയത്തിൽ, ബുദ്ധിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ വിചാരിക്കുകയാണ് അജ്ഞതയാണ് ശരിയെന്ന്.
പലപ്പോഴും നമുക്കറിയാലോ, അജ്ഞതകൾ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ അപകടങ്ങളിലേക്കാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു ഈശോയുടെ ജനത്തിരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ഭൂമിയിൽ വന്നിട്ട് പ്രകാശത്തെ കാണാതെ പോകുന്ന അജ്ഞരായിട്ട് നമ്മൾ ജീവിച്ച് കടന്നു പോകരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 25-ാം വാക്യം പറയുക, പ്രഭാഷകൻ 4:25 വചനം പറയുക, സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സത്യത്തിന് വിരുദ്ധമായ വാദഗതികൾ നല്ലതല്ല. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. എൻ്റെ അജ്ഞതയെക്കുറിച്ച് ഞാൻ നല്ല ബോധവാനായിരിക്കണം. അതുപോലെ തന്നെ സത്യവിരുദ്ധമായ ഒരു കാര്യത്തിന് നമ്മൾ വാദിക്കരുത്. ഇന്ന് സത്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് വാദിക്കാൻ ഒത്തിരി പേരുണ്ട്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് നുണയാണ്, കള്ളത്തരമാണെന്നൊക്കെയും പറയുന്ന ഒരു മനുഷ്യരുടെ മുന്നിൽ യേശുവിനെ പറയാൻ നമുക്ക് മടിയാകുന്ന അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ സത്യവിരുദ്ധമായ ഒത്തിരി പഠനങ്ങൾ ലോകത്ത് വരുന്നുണ്ട്. മീഡിയയിലൂടെ അതുപോലെ പല കാര്യങ്ങൾ സത്യവിരുദ്ധമാണ്. കാരണം നിങ്ങൾക്കറിയാലോ സ്നേഹമുള്ളവരെ, പല മത വിഭാഗങ്ങളും അല്ലെങ്കിൽ പല എത്തീസ്റ്റിക്കൽ ഗ്രൂപ്പുകൾ ഈ സത്യവിരുദ്ധമായ പഠനങ്ങൾ ഇന്ന് യുവതലമുറകളിലേക്ക് പാട്ടുകളിലൂടെ, മീഡിയയിലൂടെ, പല കാര്യങ്ങളിലൂടെയും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു വീഡിയോ ഗെയിം പോലത്തെ ഒരു കാര്യമുണ്ട്. അതിൽ കുട്ടികൾ കളിക്കുന്ന ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കൊല്ലുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പയെ കൊല്ലുന്ന വീഡിയോ. അങ്ങനെ ഈ കുട്ടികൾ ട്രഷർ കണ്ടുപിടിച്ചിങ്ങനെ. അപ്പോൾ അവരുടെ ഉള്ളിൽ സത്യവിരുദ്ധമായൊരു കാര്യം, ഒരു നല്ല വ്യക്തിയെ കൊല്ലണം എന്നുള്ളൊരു വിരുദ്ധമായ ഒരു കാര്യം അവർ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി അല്ലെങ്കിലും. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂസ്, ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു വർഗീയ വിരോധം ഉണ്ടാകുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ച് വചനം പറയുകയാണ്, എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 13-ാം വാക്യം പറയുക, എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. സത്യം പഠിപ്പിക്കുന്നവരുടെ ഇന്ന് എണ്ണം കുറവാണ്. സത്യം പഠിപ്പിക്കുന്നത് കേൾക്കാനുമില്ല. കാരണം അനുഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നവർ, അവരുടെ അപേക്ഷകൾ നടന്നു കിട്ടണമെന്നുള്ളൂ. എന്നാൽ സത്യത്തെ പഠിക്കുന്നില്ല, നിത്യജീവനെ കുറിച്ച് പഠിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം വിശുദ്ധമായി ജീവിച്ചാലേ സ്വർഗം ലഭിക്കൂ എന്നുള്ളൊരു ചിന്ത ഇന്ന് പലർക്കും ഇല്ല. എങ്ങനെയെങ്കിലും ജീവിക്കുക, ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുക, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിന്താ സമയങ്ങളില്ല. അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ആരുമില്ല. അത് പഠിപ്പിച്ചാൽ ആരും കേൾക്കില്ല, അത് വലിയ ഇൻട്രസ്റ്റിംഗ് വിഷയമല്ല എന്നൊക്കെയും ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് സ്നേഹമുള്ളവരെ ഈ ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ, അവരെ നയിക്കുന്നവർ പോലും ഇത് കിട്ടാതെ വിശന്ന് വലഞ്ഞ് മരിക്കുകയാണ്. അനേകര് ഇത് കിട്ടാതെ, സത്യം എന്താണെന്നറിയാതെ ദാഹിച്ചൊരിക്കൽ മരിക്കും. വെള്ളം കിട്ടാതെ മരിച്ചതിന് തുല്യമാണ് പലപ്പോഴും നിത്യജീവനെ കുറിച്ച് അറിയാതെ മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മളൊക്കെ തിരുനാളുകളും പെരുന്നാളുകളും അല്ല, ഇങ്ങനെ പറയാം, തിരുനാളുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് തിരുനാളുകളെല്ലാം പോയി പെരുന്നാളുകളായി. പെരുന്നാളുകൾ പ്രത്യേകം എന്താ? അത് പെരുമ്പറ കുട്ടി ആഘോഷിക്കുന്ന, അത് തിരുപ്പിറവികൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, ഈ ക്രിസ്മസ് നമ്മൾ ആരെ ആഘോഷിക്കാനാണ്? ഇന്ന് ലോകരാജ്യങ്ങളിൽ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസായി. സാന്താക്ലോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ക്രിസ്മസിൻ്റെ 1-ാം ദിവസം തന്നെ എടുത്തു വയ്ക്കും. അതാരാണ്? അത് ക്രിസ്മസുമായി ബന്ധവുമില്ല. ഔസപിതാവില്ല, മാതാവില്ല, ഉണ്ണിയേശുവില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ വലിയൊരു കരോള് കണ്ടപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചു പോയി. ഒരു ക്രിസ്മസ് പാപ്പയുടെ ഒരു ഷൂ ആണ് വലിയൊരു ടാബ്ലോയായിട്ട് വലിയൊരു പ്രൊസഷന് കൊണ്ടുപോകണേ. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? യേശുവിൻ്റെ ജനനം ലോക ചരിത്രത്തിൻ്റെ രക്ഷാകര ദൗത്യമാണ്. യേശുവില്ലാത്ത ക്രിസ്മസുകൾ, ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ഇല്ല. അതുകൊണ്ട് എക്സ്മസ് എന്നായി മാറി, ക്രിസ്മസ് അല്ല. ക്രിസ്തുവിൻ്റെ ജനനം മാറിയിട്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ എക്സിന് പ്രാധാന്യം കൊടുത്തിട്ട് പലതും ചെയ്യുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക സ്നേഹമുള്ളവരെ. നമ്മൾ പലതും ആഘോഷിക്കപ്പെടുന്നു, പലരുടെയും മുന്നിൽ കുട്ടുഘോഷങ്ങൾ നടത്തുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞു നോക്കിയേ, യേശു ജനിക്കുന്നുണ്ടോ? ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ക്രിസ്തു ജനിക്കാതെ 1000 പുൽക്കൂടുകൾ പണിതുണ്ടാക്കിയിട്ടും ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, ഞാൻ ഈ പുൽക്കൂട് പണിയാനൊരു കാരണമുണ്ട്. ജനം തിരിച്ചറിയട്ടെ, ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ പിറന്ന ഒരുവനുണ്ട്, കാലിത്തൊഴുത്തിൽ കാലികളുടെ സ്വഭാവങ്ങൾക്കിടയിൽ പിറന്നവനുണ്ട്. അങ്ങനെയെങ്കിൽ മൃഗസ്വഭാവമുള്ള മനുഷ്യവികാരങ്ങൾക്കിടയിൽ ക്രിസ്തു ജനിച്ചാൽ അവിടെയല്ലേ തീർച്ചയായിട്ടും ക്രിസ്തു ജനത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ള നമ്മുടെയും തിരുനാളുകളും അതൊക്കെ പെരുന്നാളുകൾ. ക്രിസ്മസ് ഒരു പെരുന്നാളല്ല, ഒരു തിരുപിറവിയുടെ തിരുനാളാണ്. അതുകൊണ്ട് സ്നേഹമുള്ള നമ്മൾ തിരിച്ചറിയുക, ആഘോഷങ്ങൾ വേണ്ടയെന്നല്ല ഞാൻ പറയുന്നത്, എന്തിനു വേണ്ടി ആഘോഷിക്കണം? ക്രിസ്തു പ്രഘോഷിക്കപ്പെടാനുള്ള തിരു ആഘോഷങ്ങളാണോ, അല്ലെങ്കിൽ പെരുമ്പറ കുട്ടി മറ്റു പലതിനെയും ആഘോഷിച്ച്
തീർത്തിട്ട് അതിൻ്റെ എല്ലാം വേസ്റ്റ് 25-ാം തീയതി നമ്മൾ അടിച്ചുകൂട്ടി കത്തിക്കാനായിരിക്കരുത്. 25 ദിവസം നോമ്പെടുക്കുന്നത് ക്രിസ്തു ജനിക്കാനുള്ളെന്നുള്ള ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് നമുക്ക് നഷ്ടമാകും. സ്നേഹമുള്ളവരെ, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിക്കുന്ന ഒരു ജനമായിട്ട് നമ്മൾ മാറുക. നമുക്ക് എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ നമ്മൾ ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈ ബുദ്ധിയിലുള്ള അന്ധകാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തോടു കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. കണ്ടോ, യേശു പറയാണ്, ഇന്ന് പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ജനിക്കാനായിട്ട് 25 ദിനങ്ങൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവം പറയുക, നിങ്ങൾ ആ ദിവസങ്ങളിലും അന്ധകാരത്തിലേക്ക് നടക്കരുത്, അന്ധകാരം നിങ്ങളെ കീഴടക്കരുത്. ക്രിസ്തു ജനിക്കാൻ 25 ദിവസങ്ങളും നിന്റെ അന്ധകാര പ്രവൃത്തികളെ മാറ്റിവെച്ച് ഒരു വലിയ പ്രകാശത്തെ എൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഇനിയുള്ള 365 ദിവസം ഈ ജൂബിലി വർഷത്തിൽ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജനിച്ച് തീരാനുള്ളതാണെന്ന് തീർക്കാനുള്ള നാൾ വഴികളായിട്ട് 25 ദിനങ്ങൾ മാറണം. അവിടെയാണ് അന്ധകാരത്തിൻ്റെ നിബിഡമായി ലോകത്ത് അന്ധകാര ശക്തികളെ ജയിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യരായിട്ട് നമ്മൾ ജനിക്കുക. സ്നേഹമുള്ളവരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 23-ാം വാക്യം പറയാണ്, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. നിന്റെ ഉള്ളിലെ പാപവാസനകളുടെ അന്ധകാരം വലുതാണെങ്കിൽ നീ എത്രയോ ഇരുള് നിറഞ്ഞ മനുഷ്യനായിരിക്കും. നീ ലോകത്തിൽ എത്ര പ്രകാശം വന്നാലും അവിടെ ഇരുളായിട്ട് മാറില്ലേ? സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ഒരു നക്ഷത്രം കൊണ്ടിട്ടതുകൊണ്ട് കാര്യമില്ല. ഇന്ന് അനേകം ഭവനങ്ങളിൽ നക്ഷത്രം വീഴുമ്പോഴും ആ വീടിൻ്റെ ഉള്ളിലെ മദ്യപാനികൾ മദ്യം കുടിക്കുന്നുണ്ട്. മുകളിൽ ഒരു നക്ഷത്രമുണ്ടെങ്കിലും അകത്ത് ഹെറോദേസിനെ പോലെ ഇരുള് വീണ ഹൃദയത്തിൽ ദുഷ്ചിന്തകളുള്ളവരുണ്ട്. വലിയ നക്ഷത്രങ്ങൾ കത്തിച്ച് വെച്ച് വീടിനകത്ത് എല്ലാതരം വൃത്തികെട്ട ചിത്രങ്ങളും വ്യഭിചാരങ്ങളും നടക്കുകയാണെങ്കിൽ ആ നക്ഷത്രം എന്താണ് കാണിക്കുന്നത്? അകത്തിരുട്ടും മുകളിൽ പ്രകാശമാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പുൽക്കൂടാണെങ്കിൽ മുകളിലുള്ള പ്രകാശം അടുത്ത് അകലെയല്ല. ആ മുകളിലുള്ള പ്രകാശം അടിയിലുള്ള കാലിത്തൊഴുത്തിലെ ആ ഇരുളുകളെ പ്രകാശമാക്കി ക്രിസ്തു ജനിച്ചു. അങ്ങനെയെങ്കിൽ നിന്റെ വീട്ടിലിട്ടിരിക്കുന്ന നക്ഷത്രത്തിന് നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു പ്രകാശമായിട്ട് മാറാൻ, ഒരു വെളിച്ചമായിട്ട് മാറണം. അങ്ങനെ നിലപാടെടുക്കണം. നമുക്ക് വെറുപ്പുള്ളവരോട് ക്ഷമിക്കാൻ, നമുക്കെല്ലാവരും സ്നേഹിക്കാൻ. ഈ തിരുനാള് നമുക്ക് തിരുപ്പിറവിയുടെ തിരുനാളായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-3 തിരുവചനം പറയുക, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. ഈ ലോകത്ത് പൈശാചികമായ അനേകം പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളും അതിൻ്റെ കിംവദന്തങ്ങൾ കേൾക്കുമ്പോൾ അതുമാത്രം കേട്ട് ഭയക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ ഭിന്നതകൾ, നമ്മുടെ കുടുംബ വഴക്കുകൾ യുദ്ധങ്ങളെക്കാൾ അതിഭീകരമല്ലേ? നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ റഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം പോലെ തന്നെയല്ലേ? സ്നേഹമുള്ളവരെ, കുടുംബം തകരുമ്പോഴല്ലേ രാജ്യം തകരുന്നത്? രാജ്യം തകരുമ്പോഴല്ലേ ദേശം തകരുന്നത്? ദേശം തകരുമ്പോഴല്ലേ സ്വർഗം നഷ്ടപ്പെടുന്നത്? അവിടെ തിരിച്ചറിയുക, വചനം പറയുക, അന്ധകാരം ഭൂമിയെ കൂരിരുട്ടും ജനതകളെ മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് 1-ാം സ്ഥാനം കൊടുത്ത് ഈ ക്രിസ്മസ് സാബത്ത് ആചരിച്ച് യേശുവിൻ്റെ ജനനത്തിനായി, ക്രിസ്തു ജനനത്തിനായി നീ നിലപാടെടുത്തൊരുങ്ങുമ്പോൾ രാജ്യങ്ങൾ, ദേശങ്ങൾ യേശുവിനെ പ്രഘോഷിക്കപ്പെടും. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ദാസനാകണമെന്നില്ല. യേശുവിൻ്റെ വചനം വായിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല യേശു പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ? ഈ ക്രിസ്മസ്, ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് പ്രഘോഷിക്കപ്പെടേണ്ട ക്രിസ്മസ് ആണ്. ഞാനൊരു ക്രിസ്തു എന്ന വ്യക്തിയായി മാറേണ്ട ക്രിസ്മസ് ആണ്. എൻ്റെ ഹൃദയത്തിൻ്റെ പുൽക്കൂടിൽ ജനിച്ച ക്രിസ്തു ഒരു പ്രകാശമായിട്ട് മറ്റുള്ളവർക്ക് ജ്വലിക്കപ്പെടണം. അവിടെയേ നമ്മളൊക്കെയും ഒരു ക്രിസ്തു ശിഷ്യരായിട്ട് മാറുന്നുള്ളൂ. സങ്കീർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായം 28-ാം വാക്യം പറയാം, അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. യേശു പരിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ തൊഴുത്തിൽ വന്നു പിറക്കുമ്പോൾ അവിടെ പലതരം ചെളിയും അഴുക്കും ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം വിശുദ്ധീകരിക്കാൻ കഴിവുള്ള യേശു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ സങ്കീർത്തകം പറയുക, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിലെ അന്ധകാരങ്ങൾ അകറ്റും.
സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധകാരങ്ങൾ എടുത്തു മാറ്റാൻ യേശുവിൻ്റെ പിറവിക്ക് സാധിക്കും. ഈ ലോകത്തിൻ്റെ പാപം നീക്കാൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ക്രിസ്മസിൽ എൻ്റെ വീട്ടിൻ്റെ പുൽക്കൂടുകളിൽ മാത്രം പിറക്കരുത്, മറിച്ച് ഹൃദയങ്ങളിൽ പിറക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പുൽക്കൂടുകൾ ഉണ്ടാക്കാൻ എല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈ 1-ാം തീയതി മുതൽ നിങ്ങൾ പഠിപ്പിക്കണം, മക്കളെ, ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചില്ലെങ്കിൽ കാലിത്തൊഴുത്ത് പോലെ 25 ദിവസം കഴിഞ്ഞ് ഉണ്ണിയേശുവിനെ മാറ്റി ആ പുൽക്കൂടുകൾ കത്തിക്കുന്നതിന് തുല്യമായിരിക്കും. അവൻ്റെ ഹൃദയത്തിലും ഓരോ 25-ാം തീയതി മാത്രം പിറക്കുന്നതായിരിക്കരുത്. ഓരോ ദിനങ്ങളും ക്രിസ്തു പിറക്കാതെ പോയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വരും. ജോബിൻ്റെ പുസ്തകത്തിൽ 16 വാക്യം പറയുക, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു, എൻ്റെ കൺപോളകൾ അന്ധകാരം കൂടിയിരിക്കുന്നു. എൻ്റെ സ്നേഹമുള്ളവർ, ഈ ലോകത്ത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. കരഞ്ഞ് 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 മുഖം ചുമന്നു. ആവശ്യമില്ലാത്തതിൻ്റെ പലതിൻ്റെയും പുറകെ പോയിട്ട് പണത്തിനും സ്വത്തിനും വേണ്ടി ഓടി നടന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിരാശയും ദുഃഖവും ബാധിച്ചവരായി നമ്മൾ മാറുന്നില്ലേ? ഞങ്ങളൊരു തിരിച്ചറിയുക, നിന്റെ കൺപോളകൾ ചുമന്ന് പോളകളായി മാറിയിട്ടുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ മുന്നിൽ പ്രകാശത്തിന് മുന്നിലിരിക്കണം. 25 ദിനങ്ങൾ നീ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾക്ക് ദൈവം നിന്റെ ഭോഗാസക്തികളെ നീ മാറ്റിവെക്കുക. ഭക്ഷണപ്രിയങ്ങളെ മാറ്റിവെച്ച് ക്രിസ്തു പ്രിയങ്ങളായി മാറുക. വെളിപാടിൻ്റെ പുസ്തകം 14:8 വചനം പറയുക, രണ്ടാമതൊരു ദൂതൻ വന്ന് പറഞ്ഞു, ബാബിലോണെ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. കൊണ്ടോ, ഇന്ന് സുഖത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഓടുന്ന നമ്മൾ 25 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കും, ഇങ്ങനൊരു തീരുമാനം എടുക്കുക, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ. ഒരു വലിയ നിയോഗത്തിനല്ല, 25 ദിവസം എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ക്രിസ്തു ജനിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളവരെ, അതുകൊണ്ട് ഈ 25 നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയുടെ, വലിയൊരു അഭിഷേകത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കരങ്ങളൊക്കെ ഒന്ന് കൂപ്പി പിടിക്കാം. കർത്താവായ ഈശോയെ, ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾ ഈ യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി, ഈ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, ഞങ്ങൾ നോമ്പെടുത്തും പ്രായശ്ചിത്തം ചെയ്തും പരിഹാരം ചെയ്തും ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു ജനനത്തിനായി ഒരുക്കുന്നു. ഞങ്ങളിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ വലുതാണ് ക്രിസ്തു ഞങ്ങളിലെ പ്രകാശം. അങ്ങനെ ഒരു പ്രകാശം ഈ ജൂബിലി വർഷത്തിൽ, സഭയുടെ ജൂബിലി വർഷത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ഒരു ക്രിസ്തു ജനനത്തിൻ്റെ പുൽക്കൂടുകളായി മാറട്ടെ. യേശുവിനായി ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.